എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ ബണ്ടിൽസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ റേക്കി വീഡിയോ സീരീസിൽ കർമ്മ എന്താണ് എന്നാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് കർമ്മ നിയമം ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. കർമ്മ നിയമം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ 12 നിയമങ്ങളിൽ ഒന്നാണ്. ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയാം. ഭൂമിയിൽ പിറവിയെടുത്ത ഏതൊരു വ്യക്തിക്കും കർമ്മ നിയമം ബാധകമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നല്ലതായാലും ചീത്തയായാലും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് കർമ്മനിയമം പറയുന്നത്. വിതച്ചതേ കൊയ്യൂ എന്നുള്ള പൊതുവായ ചൊല്ല് കർമ്മ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ്. ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നന്മ ചെയ്യണമെന്നും അത് നമുക്ക് ഒരു കവചമായി പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ലോകത്തേക്ക് നോക്കൂ, നന്മ ചെയ്ത് ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? നന്മ ചെയ്തവരും ചെയ്യാത്തവരും ദുരിതം അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? നോക്കൂ, നമ്മൾ എല്ലാവരും അറിഞ്ഞും അറിയാതെയും എപ്പോഴും കർമ്മ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ ദുരിതങ്ങൾ എന്നൊരു സന്ദേശമാണ് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉയരുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നമുക്ക് നല്ല കർമ്മങ്ങൾ കൊണ്ടുവരും എന്ന് മനസ്സിലാക്കുക. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നീച പ്രവൃത്തികൾ മാത്രമല്ല ബാഡ് കർമാസ് നമുക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ അറിയാതെ സംസാരിക്കുന്ന വാക്കുകളും അറിയാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചെറിയ പ്രവൃത്തികൾ പോലും നമ്മിൽ നിന്നുണ്ടായാൽ അത് നമുക്ക് തിരിച്ചുള്ള കർമ്മയായി മാറാനാണ് സാധ്യത. കൂടാതെ നമ്മൾ ആലോചിക്കാതെ പറഞ്ഞുപോയ വാക്കുകൾ മറ്റൊരാളെ അതീവമായി വേദനിപ്പിക്കുമല്ലോ എന്നൊരു കുറ്റബോധവും ഒരു നെഗറ്റീവ് ഊർജം സൃഷ്ടിക്കുകയും കർമ്മ സിദ്ധാന്തപ്രകാരം നമ്മളിലേക്ക് തിരിച്ചു വരികയും അത് ജീവിതത്തിലെ മറ്റൊരു അനുഭവമായോ ഒരു ബന്ധത്തിലുണ്ടാകുന്ന ക്ലേശമായോ അപ്രതീക്ഷിതമായ ഒരു ദുഃഖമായോ നമുക്ക് അനുഭവപ്പെടും. ഇനി മറ്റൊരാളെ സഹായിക്കാനായി നമുക്ക് ലഭിക്കുന്ന അവസരം മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരിക്കുന്നതും. ഉദാഹരണത്തിന്, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ അയൽ വീട്ടിലെ കുടുംബം 2 ദിവസമായി പട്ടിണിയാണ് എന്ന് അറിയാമായിരുന്നിട്ടും ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കാത്തത് ഒരു ബാഡ് കർമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള പണം നമ്മുടെ അത്യാവശ്യങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ ഇതുപോലെയുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ അത്യാവശ്യങ്ങൾ മറന്ന് അന്യനെ സഹായിക്കുമ്പോൾ അവിടെ ഒരു ഗുഡ് കർമ്മ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയ തോന്നുക, അവരുടെ തോൽവിയിൽ മാനസികമായി ആനന്ദിക്കുക തുടങ്ങിയ കാര്യങ്ങളും നമ്മളറിയാതെ നമ്മളിൽ ചീത്ത കർമ്മയുടെ ഭാരം കൂട്ടുകയാണ്. നമ്മൾ മനസ്സിൽ കരുതാത്ത മറ്റുള്ളവരെ ബാധിക്കുന്ന ഓരോ പ്രവൃത്തിയിലും കർമ്മയുടെ വിത്തുകളുണ്ട്. അതിനാൽ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും ജാഗ്രതയോടെ നടത്തണം. ആദരവോടെ, കരുണയോടെ, ശ്രദ്ധയോടെ ജീവിക്കുന്നത് നല്ല കർമ്മ സൃഷ്ടിക്കുന്ന വഴിയാകുന്നു. ഇനി നമുക്ക് നമ്മുടെ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള മോശം കർമ്മങ്ങൾ എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കാം. നിങ്ങൾ വേദനിപ്പിച്ചവരുമായി ബന്ധപ്പെടുക. ആത്മാർത്ഥമായി പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സഹായമോ പിന്തുണയോ വാഗ്ദാനം ചെയ്യാം. പതിവായി ആത്മപരിശോധന നടത്തി ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. ആവർത്തിച്ചിട്ടുള്ള പാറ്റേണുകളും അതിന് പ്രേരകമായിട്ടുള്ള കാര്യങ്ങളും തിരിച്ചറിയാൻ നിങ്ങളുടെ ചിന്തകൾ, ഇമോഷൻസ്, പ്രവൃത്തികൾ എന്നിവയൊക്കെ വിശകലനം ചെയ്യുകയും ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും ഈ ആത്മപരിശോധന നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രവൃത്തികളിൽ സേവനബോധവും നിസ്വാർത്ഥതയും നിറയ്ക്കുക. മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ നമ്മളിൽ ഒരു ഗുഡ് ഫീൽ ഉണ്ടാക്കുകയും ആ ഒരു ഫീലിംഗ് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നന്മ ആകർഷിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയരെ, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അവയർനെസ്സോടെ ചെയ്യുക. നന്മയില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും ക്രമേണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി.